അടച്ചുപൂട്ടുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. UDF ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടച്ചുപൂട്ടിയ മാവേലി സ്റ്റോറിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോണി അരീക്കാട്ടിൽ നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കഴിഞ്ഞ 12 വർഷമായി മുത്തോലപുരത്ത് പ്രവർത്തിച്ചു വരുന്ന മാവേലി സ്റ്റോർ അടച്ചുപൂട്ടാനുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് UDF ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ UDF സർക്കാർ ആരംഭിച്ച മാവേലി സ്റ്റോർ വിറ്റുവരവ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ അടച്ചുപൂട്ടുന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോണി അരീക്കാട്ടിൽ ആവശ്യപ്പെട്ടു. ഇവിടെ ഈ നാട്ടില് സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഈ രാജ്യം ഭരണ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണ തകർച്ച നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കേണ്ട സ്ഥാപനം നിർത്തുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി നൽകുവാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുവിപണിയിലുള്ള സർക്കാരിന്റെ ഇടപെടൽ ഏറ്റവും ആവശ്യമായ സമയത്ത് മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് UDF ചെയർമാൻ KG ഷിബു പറഞ്ഞു. കേരള നിയമസഭയിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്ന പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ അതിന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ നൽകിയ മറുപടി ഇവിടെ വാടക കൊടുക്കാനും ഈ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് താൽക്കാലികമായി നിർത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ മാവേലി സ്റ്റോറുകളെല്ലാം ഒന്നൊന്നായി പൂട്ടാൻ പോകുന്ന സാഹചര്യത്തിൽ ആദ്യം തന്നെ ഇലഞ്ഞിയിലെ മാവേലി സ്റ്റോർ പൂട്ടിക്കൊണ്ട് അങ്ങനെ വികസനത്തിന്റെ ഒരു തുടക്കം ഇവിടെ ഇടതുപക്ഷ മുന്നണി കാഴ്ചവെച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകുവാൻ ഞങ്ങൾ UDFും ഒപ്പം പഞ്ചായത്തും തയ്യാറാണ് എന്നുള്ളതും രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ MLAയും നിയമസഭയിൽ ഈ കാര്യം വളരെ ശക്തമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കേരള കോൺഗ്രസ് നിയോജക പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ MP ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലമ്പറയിൽ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ ജോസഫ് വാട്ടപ്പള്ളിൽ, കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് റോയ് കുറ്റിപ്പറിച്ചേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോൻ ചെല്ലപ്പൻ, സുരേഷ് ജോസഫ്, സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PK ജോസ്, മാമൻ ആലപ്പാട്ട്, ചാക്കപ്പൻ പോലിയപ്രായിൽ, UDF നേതാക്കളായ കുരിയാച്ചൻ കട്ടപ്പുറം, റോസിലി സാബു, ഷെറിൻ പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീരാം വെങ്കട്ടരാമനെ കാണുകയും ഇത് അടച്ചുപൂട്ടാതിരിക്കണം, അടച്ചുപൂട്ടരുത്, ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ഇവിടുത്തെ കെട്ടിടം ബഹുമാനപ്പെട്ട മുത്തോലപുരം പള്ളിക്കാര്യത്തിൽ നിന്ന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ മാറ്റിയിട്ടുള്ളതാണ്. ഈ ആവശ്യം വരുന്നതിന് മുമ്പ് തന്നെ മുത്തോലപുരം പള്ളിയിൽ നിന്നും ഇതിന്റെ ശോച്യാവസ്ഥ മാറ്റിയിട്ടുള്ളതാണെന്നും അതോടൊപ്പം ഇവിടെ ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ആവശ്യത്തിനുള്ള വിറ്റുവരവും ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഈ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 4-5 വാർഡുകൾ ഉൾപ്പെടുന്ന മേഖലയിലും അതുപോലെ തന്നെ വെള്ളിയന്നൂരും ഒഴുവൂരുമുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഇതിലെ പോകുന്ന നിരവധിയായ യാത്രക്കാരും ഈ മാവേലി സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നവരാണെന്നും എല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.